താളത്തിന് പോയിട്ട് തുള്ളിക്കളിച്ച്. ആർഭാടം. താളത്തിന് പോയി തുള്ളിക്കളിച്ചു നമ്മള്, എന്നിട്ട് പറയിപ്പിച്ചു നമ്മള്, ഇസ്ലാമിനെ പറയിപ്പിച്ചു അല്ലേ? അത് അവരുടെ മതുവേ, അത് അവരുടെ മതുവേ. അത് കാണുമ്പോ തന്നെ മനസ്സിലാകും. കാരണം എന്താ? ആഡംബരത്തിൽ മുങ്ങിപ്പോയി നമ്മൾ. തോന്നിവാസം കല്യാണത്തിന്റെ പേരില് ചെറുപ്പക്കാരൻ അബൂ താലിബ് തങ്ങളെ ചരിത്രം പറഞ്ഞിട്ട് സന്തോഷിച്ചിട്ടാണ് മൂപ്പരയുടെ 500 രൂപ കൊണ്ടുവന്ന് തന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും പറയണം കേട്ടോ. പിരിച്ചിട്ടൊന്നുമില്ല. ഒരാൾ കൊണ്ടുവന്ന് തന്ന് ഞാൻ അങ്ങനെ വെച്ചു എന്നുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിനും ഞങ്ങൾക്ക് മഹാന്മാരെ ശഫാഅത്ത് തരട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. കല്യാണത്തിന് പേരിൽ ഇപ്പൊ പുതിയ പെണ്ണ് കണ്ടിട്ട് പുതിയ പെണ്ണിന് ഉറപ്പായാൽ പുതിയ പെണ്ണിന്റെ തലക്ക് കൊണ്ടുവന്നിട്ട് മിഠായി മിഠായി ഇടുന്ന കാലമാണ്. സുബ്ഹാന ജല്ല ജലാൽ. മിഠായി ബക്കറ്റ് നിറയെ മിഠായി കൊണ്ടുവന്നിട്ട് മിഠായി ഇങ്ങനെ ചുരുക്കുകയാണ്. ആണെന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു സങ്കടാണ്. താളത്തിന് പോയിട്ട് കോലം കെട്ടാണ്, അവസാനം പടക്കം പൊട്ടിക്കുകയാണ്. ഈ സദസ്സിലുള്ള യുവാക്കളോട് പറയട്ടെ, സൂഫി ഷഹീദിന്റെ ഹദറത്തിൽ റളിയല്ലാഹു അൻഹു നിങ്ങളൊരു ശപഥം ചെയ്യണം, ഒരു തീരുമാനമെടുക്കണം. ഇനി എന്നെ അത്തരത്തിലുള്ള തോന്നിവാസത്തിന് കിട്ടൂല. താളത്തിന് പോയിട്ട് പുതിയാപ്പളന്റെ കൂടെ പോയി പുതിയ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് തുള്ളിക്കളിക്കാൻ എന്നെ കിട്ടൂല. അതിനേക്കാളൊക്കെ ദീനിനോട് ആവേശം കാണിക്കാൻ എന്തെല്ലാം ഉണ്ട് ഇവിടെ. എന്തിനോടൊക്കെ ആവേശം കാണിക്കാനുണ്ട്. ഇതിനെന്നെ കിട്ടൂല എന്നൊരു തീരുമാനമെടുക്കണം. ഞാനത് വെറുതെ പറയല്ല. എന്നിട്ട് പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് പുതിയാപ്പിള പോണ രംഗം. കുറെ സാധാരണഗതിയിൽ പുതിയ പെണ്ണിരിക്കണ സ്ഥലം എവിടെ അങ്ങൾക്കറിയില്ലേ? എവിടെയാ പുതിയ പെണ്ണിരിക്കണേ? ആണുങ്ങളെ നടുല, പെണ്ണുങ്ങളെ നടുല. കുറച്ച് സംസാരിക്കുക, എന്നാ പിന്നെ നമുക്ക് ക്ഷീണങ്ങളൊക്കെ മാറും. ആണുങ്ങളെ നടുവിലാണോ പുതിയ പെണ്ണിരിക്കണത്? പെണ്ണുങ്ങളെ നടുവിലാണ്. പെണ്ണുങ്ങളെ നടുവിലല്ലേ? ഞാൻ കരുതി നിങ്ങൾ ആരും മിണ്ടാതിരിക്കും. ഇപ്പൊ കൊടകിലൊക്കെ ആണുങ്ങളെ നടുവിൽ കൊണ്ടുവന്ന് പെണ്ണിനെ ഇരുത്തിയിട്ടുണ്ട്. ഇല്ല. അപ്പൊ പെണ്ണുങ്ങളെ നടുവിലാണ്. അപ്പൊ പുതിയാപ്പിള ഒന്ന് പുതിയ പെണ്ണിനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ആദ്യമായി കാണാൻ പോകുന്ന രംഗുണ്ട്. അവിടെ ഈ പുതിയ പെണ്ണിനെ കാണാൻ പോകുമ്പോ പുതിയാപ്പിളന്റെ കൂടെ എന്തിനാണ് ഈ പുതിയാപ്പിളന്റെ ചങ്ങായിമാരെല്ലാം പോകുന്നത്? ഉളുപ്പില്ലടാ ചക്ക. ഉളുപ്പില്ലേന്ന് പറഞ്ഞ ചീത്ത പറച്ചിലൊന്നുമില്ല, ചങ്കാവില്ലേ എന്നാ അതിന്റെ അർത്ഥം. എന്നിട്ട് ഓന് സൂട്ടും ബൂട്ടും എല്ലാം ഇട്ടിട്ട് പോകുന്നത്. പുതിയാപ്പിളിനെക്കാളും വലിയ റൈസ് കൊണ്ടുപോകും. പുതിയ സത്യവസ്ഥ ഞാൻ വെറുതെ പറയല്ല. ആരേ നിന്നോട് പറഞ്ഞു പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് നീ പോവാന്? അപ്പൊ നിന്റെ മറുപടിയും നിന്റെ കമന്റും ആരും പറയണ്ട. എന്റെ കൂട്ടുകാരനാണ്, എന്റെ കൂട്ടുകാരന്റെ കൂടെയാ ഞാൻ പോണത് എന്നാ പൊയ്ക്കോ, അവിടുന്ന് കാണാം, പൊയ്ക്കോ. ഇത് പറഞ്ഞിട്ടും നീ പോകുന്നത് നിർത്തിയില്ലേ എന്നാ നിന്റെ ഒടുക്കത്തെ പോക്കായിരിക്കും അത്. പിന്നൊരു പോക്ക് നിനക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് അവസരം തരൂല എന്ന് ഉറപ്പാണ്, ഒരു സംശയമില്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. സുബ്ഹാനല്ലാഹ്. കില്ലൂർ തങ്ങൾ പാപ്പ ഞങ്ങളെ സ്റ്റേജിൽ വരുന്നു. ഞാനാണെങ്കിൽ ഇരുന്നിട്ട് വേല പറയുന്നത് എന്താണെന്നറിയില്ല. അള്ളാഹു തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കും. മഹാന്മാരായ അഹ്ലു ബൈത്ത്, എരുമാട് എന്ന് പറഞ്ഞ തങ്ങന്മാരെ നാടാണ്. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുക, അതാണ്. അല്ലാഹു തആല തങ്ങൾക്കും ഞങ്ങളെ എല്ലാ സാദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. 10:45 അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിവിടെ ഒരു ഉമ്മ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്, സാറമ്മ എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ, സ്വർഗീയ ഖബറാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവരുടെ മയ്യിത്ത് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഇവിടെ എത്തിച്ചേരും. ആ സമയത്തോട്, ആ സമയവുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്തിനാണ് ഈ പുതിയ പെണ്ണിന്റെ അടുത്തേക്ക്
പുതിയാപ്പിള ചെല്ലുമ്പോ പുതിയാപ്പിളന്റെ കൂട്ടുകാർ ചെല്ലണത് എന്തിനാണത്? അവിടൊക്കെ പെണ്ണുങ്ങളല്ലേ ഇരിക്കണത്. അത് മാത്രല്ല, സ്ത്രീകളുടെ ഭാഗത്ത് കല്യാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകളുടെ ഭാഗത്ത് ഭക്ഷണം വിളമ്പുമ്പോ അവിടെ സ്ത്രീകളെ തന്നെ നിശ്ചയിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്നറിയോ? ചില നല്ല ദീനീ ബോധമുള്ള സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ അവിടെ പോയി ഭക്ഷണം വിളമ്പാൻ അവർക്ക് താല്പര്യമില്ല. അവരുടെ മുഖം അന്യപുരുഷന്മാർക്ക് ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ അവരെ നിങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് അവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാര് പോയിട്ട് ഭക്ഷണം വിളമ്പിയാൽ അവിടെ ഈ പെണ്ണുങ്ങൾക്ക് പോയിട്ട് ഇരിക്കാൻ മനസ്സ് വരുമോ? വരില്ല. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ കല്യാണത്തിന്റെ പേരിൽ നടത്തിയ ആർഭാടങ്ങള്, ആഘോഷങ്ങൾ വേണ്ട, നല്ല ആഭാസമായി പോകരുത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. പക്ഷേ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു